മെസ്സി വരും അർജന്റീനൻ ടീം വരും എന്ന ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലമായി സജീവമായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്പോൺസർക്ക് കൈമാറിയ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്ന് GCDയെ തിരികെ ഏൽപ്പിക്കുകയാണ്. നവംബർ 30 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നതായിരുന്നു നേരത്തെ സ്പോൺസർ പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും പാതി വഴിയിലാണ്. സെപ്റ്റംബർ 26 ഈ സ്റ്റേഡിയം സ്പോൺസർ ഏറ്റെടുക്കുമ്പോൾ നവംബർ 30 തന്നെ ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത്. 70 കോടി രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഏതായാലും ഇതിൽ വ്യക്തമായ കരാറുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നു. അതിൻ്റെ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഏതായാലും നവംബർ 30 തന്നെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി GCDക്ക് കൈമാറും എന്ന് തന്നെയായിരുന്നു ഉറപ്പ്. നവംബർ 30 ഈ ദിവസം ഈ സ്റ്റേഡിയത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പാതി നിർമ്മാണം പൂർത്തിയാക്കിയ നിലയിലാണ് ഈ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ജോലികൾ, പ്രവേശന കവാടം, ചുറ്റുമതിൽ, ഈ സ്റ്റേഡിയത്തിൻ്റെ കാന അടക്കമുള്ള ജോലികൾ വെറും 50% മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 70% മാത്രമാണ് പൂർത്തിയായത്. ഏതായാലും ഒക്ടോബറോടുകൂടി തന്നെ മെസ്സി വരില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നു. എങ്കിലും പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ ജോലികൾ പൂർത്തിയാക്കുമെന്ന് തന്നെയായിരുന്നു സ്പോൺസർ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് GCDA ചെയർമാനോട് സംസാരിക്കുമ്പോൾ തങ്ങൾ സ്റ്റേഡിയം കൈമാറിയത് SKFനാണ്, SKF ആണ് സ്പോൺസർക്ക് കൈമാറിയതെന്നാണ്. ഏതായാലും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ GCDയും അതുപോലെ തന്നെ സ്പോൺസറും ചേർന്ന് നടത്താനാണ് തീരുമാനമായിരിക്കുന്നതെന്നൊരു സൂചനയുമുണ്ട്. നാളെ ഞങ്ങളുടെ പ്രസ് റിലീസ് ഉണ്ടാവും. ഇന്നലെ തീയതി കഴിയുന്നതാണ്. അതെ, ഇന്നലെ തിരിച്ചെടുക്കാന്ന് വെച്ചാൽ സ്പോൺസറിൽ നിന്നല്ല, അത് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയിൽ നിന്നാണ്. ഞങ്ങൾ അവർക്കാണ് കൊടുത്തത്. പക്ഷെ വർക്ക് നടത്തിയത് സ്പോൺസർ ആണ്. അത് ഞങ്ങൾ ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന സംബന്ധിച്ച് തീരുമാനം എടുക്കാനുണ്ട്. അതിന്റെ കാര്യമാണ് പ്രധാനം. പിന്നെ ടാറിങ്ങാണ്, ബാക്കി ഏറെക്കുറെയൊക്കെ തീർന്നിരിക്കുകയാണ്. ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇനിയൊരു മത്സരം സംഘടിപ്പിക്കാനാവാത്ത സ്ഥിതിയിലാണ് സ്പോൺസർ GCDക്ക് ഇന്ത്യ സ്റ്റേഡിയം കൈമാറാൻ ഒരുങ്ങുന്നത്.